ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നായിരുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. നെഹ്റൂസ് ബുക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന എക്സ്ട്രാക്ട്. ഹിയർ അറ്റ് ഫസ്റ്റ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആദ്യം നെഹ്റുവിന്റെ ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻ ഓഫ് ഇന്ത്യ ജസ്റ്റ് ബിഫോർ ഗാന്ധിസ് അറൈവൽ. ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ള ഇന്ത്യയുടെ അവസ്ഥ ചിത്രീകരിക്കുകയാണ്. ഇറ്റ് വാസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഗാന്ധി കെയിം. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഗാന്ധിയുടെ വരവ്. ആ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഹ്യൂമിലിയേഷൻ ആൻഡ് ആംഗർ ദ ഹാൾ മാർക്ക്. നാണക്കേടും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇന്ത്യക്കാരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതായത് ഡിക്റ്റർ ലാസ്, അങ്ങേറ്റത മാർഷ്യൽ ലാസ്, പട്ടാള നിയമങ്ങൾ ആയിരുന്നു ഇവിടെ നടപ്പായിക്കൊണ്ടിരുന്നത്. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്. ഒരുപാട് ആൾക്കാർ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നിസ്സഹായരായിട്ടെത്തി തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി. ഇന്ത്യ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. ഈ സമയത്താണ് ഗാന്ധിയുടെ വരവ്. അപ്പോൾ ഗാന്ധിജി വരുന്ന സമയത്ത് ഇന്ത്യ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. ഗാന്ധിജി വന്നു ഏതുപോലെ ജസ്റ്റ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, ജസ്റ്റ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ. ഗാന്ധിജി റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. നമ്മളുടെ കണ്ണുകളിലെ ആ സ്കെയിൽസ് ഗാന്ധിജി റിമൂവ് ചെയ്തു. നമ്മളെ കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചു തന്നു ഗാന്ധിജി. ഗാന്ധിജി വാസ് നോട്ട് എ മാൻ ഡിസെൻഡഡ് ഫ്രം ദ ടോപ്പ്. അങ്ങ് മുകളിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി വീണ വ്യക്തിയൊന്നും ആയിരുന്നില്ല ഗാന്ധി. നമ്മളിൽ ഒരാളായിരുന്നു ഗാന്ധിജി. ഇത്രയാണ് പറഞ്ഞിരുന്നത്. ഇത് നോക്ക്. Get off the backs of these peasants and workers, he told us. Get off the backs of these peasants and workers, he told us. നമ്മളോട് പറഞ്ഞു. നമ്മളോടെന്ന് പറയുമ്പോ എന്താണ്? നമ്മളെന്ന് പറയുമ്പോ നെഹ്റുവും ബാക്കിയുള്ളവരും, ഫോളോവേഴ്സ് ഓഫ് ഗാന്ധിജി, കോൺഗ്രസ് പാർട്ടിയിലുള്ള വ്യക്തികൾ. Get off the backs of these peasants and workers. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Peasants, farmers, കർഷകരോടൊപ്പം പോകണം. വർക്കേഴ്സ്, തൊഴിലാളി വർഗത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് നിങ്ങൾ. ഗാന്ധിജി പറഞ്ഞു. അതായത് എനിക്ക് ചുറ്റും കൂടി നിന്നിട്ട് കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെയും ഒരു പ്രധാന കുഴപ്പമെന്ന് പറയുമ്പോൾ സ്റ്റേജിൽ അല്ലെങ്കിൽ മെയിൻ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി കുറെ അധികം ആൾക്കാർ കാണുന്ന ഒരു ട്രെൻഡ് അതിനകത്ത് കൂടുതലായിട്ട് കാണാം. ഗാന്ധിജി അതിനെതിരായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്തല്ല നിൽക്കേണ്ടത്. നിങ്ങൾ കോൺഗ്രസ് വർക്കേഴ്സ് എവിടെയാണ് പോകേണ്ടത്? ഫാമേഴ്സിനോടൊപ്പം, കർഷകരോടൊപ്പം, തൊഴിലാളി വർഗത്തോടൊപ്പം. He told us, all of you who live by their exploitation, get rid of the system that produces this poverty and misery. All of you, നിങ്ങളെല്ലാം, who live by this exploitation, ഈ ചൂഷണം കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾ. Get rid of the system, get rid of the system, ആ സിസ്റ്റത്തെ ഇല്ലാതാക്കണം. That produces this poverty and misery, ദാരിദ്ര്യവും ദുരിതവും ഉണ്ടാക്കുന്ന ഈ സിസ്റ്റത്തെ നിങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴ് ഗാന്ധിജി ഫോളോവേഴ്സ് ആകുന്ന ഞങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന്? Get off the backs of these peasants and workers. കർഷകരോടൊപ്പം പോവിൻ, തൊഴിലാളി വർഗത്തോടൊപ്പം നിൽപ്പിൻ എന്നാണ് ഗാന്ധി പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളും എക്സ്പ്ലോയിറ്റേഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയും. ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു. അപ്പോഴ് ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ട വിധത്തിലുള്ള സാലറി തരുന്നില്ല, അല്ലെങ്കിൽ വേജസ് വേണ്ട വിധത്തിൽ തരുന്നില്ല എന്നൊക്കെ പറയും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഗാന്ധിജി ഞങ്ങളോടായിട്ട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ലേ? ഇതേപോലെ നിങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന നെഹ്റുവിന്റെ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. ആ ജോലിക്കാർക്കെല്ലാം നെഹ്റു ആവശ്യത്തിലധികം പൈസ കൊടുക്കൂ. നെഹ്റുവിന്റെ ഫാമിലി ഉണ്ടാവില്ല. കാരണം എന്താണ്? അപ്പുറത്ത് എത്ര കിട്ടുന്നു അതേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അതിനേക്കാൾ അല്പം എന്തെങ്കിലും അധികം കൊടുക്കും.
അല്ലാതെ ഇവിടെ ചൂഷണമാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്രയധികം തരുന്നു, അങ്ങനെ ഞാൻ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോഴും നിങ്ങൾ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന നിങ്ങൾ ആ എക്സ്പ്ലോയിറ്റേഷൻ ആദ്യം നിർത്തണം. നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് ആദ്യം. ഇതാണ് വേണ്ടത്. അപ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്വയം നന്നാവണം. നമ്മൾ നമ്മളുടെ തൊഴിലാളിക്ക് കൂലി കൂട്ടിക്കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ബ്രിട്ടീഷുകാർ കൂലി കുറച്ചാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ അവകാശമുള്ളൂ. അപ്പോഴും നിങ്ങൾ എക്സ്പ്ലോയിറ്റേഷൻ നിർത്തണം ആദ്യം. Get rid of the system that produces this poverty and misery. ഈ ദാരിദ്ര്യവും ദുരിതവും ഉള്ള ആ സിസ്റ്റത്തെ ഇല്ലാതാക്കണം. പൊളിറ്റിക്കൽ ഫ്രീഡം took a new shape. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഒരു പുതിയ മാനം കൈവന്നു. Then and acquired a new content. ഒരു പുതിയ ഉള്ളടക്കം. Much that he said was only partially accepted or sometimes did not accept at all. Much that he said, അയാൾ പറഞ്ഞത് we only partially accepted. നമ്മൾ ഭാഗികമായിട്ട് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. or sometimes did not accept at all. ചിലപ്പോൾ അംഗീകരിച്ചിട്ടേ ഇല്ല. ഗാന്ധി പറഞ്ഞതെല്ലാം ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോഴ് സോഷ്യലിസം ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ പ്രാവർത്തികമാക്കാൻ വലിയ പാടാണല്ലോ. അപ്പോഴും നമ്മളുടെ അടുത്ത് പറയുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ 2 ഏക്കർ പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കണം. ഇതാണ് ഇനിയിപ്പൊ ഞാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ പോകുന്ന നിയമം. നമ്മളൊക്കെ കൈയടിക്കും, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഇനി വേറൊരു സെന്റൻസ് പറയുന്നു, അടുത്തതായിട്ട് പറയുന്നു എന്താണ്? ഒരു വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിൽ ഉള്ള ഒരു കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർ ഉള്ളവരെല്ലാം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 2 വാഹനമുള്ളവരെല്ലാം 1 വാഹനം പാവപ്പെട്ടവർക്കായിട്ട് കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോഴ് കൈയടിക്കുന്നവരുടെ എണ്ണം കുറച്ച് കുറയും. എന്തുകൊണ്ടാണ്? 2 വാഹനമുള്ളവർ കൈയടിക്കാൻ കൂട്ടാക്കത്തില്ല, അവർക്കത് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും. അപ്പോഴും നമ്മൾ പലതും അത് അക്സെപ്റ്റ് ചെയ്തില്ല ഗാന്ധി പറഞ്ഞത്. അപ്പോഴും ഗാന്ധി എന്താണ് പറഞ്ഞത്? ഗാന്ധി പറഞ്ഞത് നമ്മൾ അവരെ സഹായിക്കണമെന്നാണ്. Much that he said we only partially accepted. നമ്മൾ ഭാഗികമായിട്ട് മാത്രമേ അംഗീകരിച്ചുള്ളൂ. or sometimes did not accept at all. ചിലപ്പോൾ അതൊന്നും അംഗീകരിച്ചില്ല ഗാന്ധി പറഞ്ഞത്. but all this was secondary. പക്ഷെ ഇത് സെക്കൻഡറി ആയി. ഇതിന്റെ 2ാം പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് 2ാം പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഗാന്ധി പറഞ്ഞതിനാണ് പ്രാധാന്യം. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞു, ഞാൻ സഹായിച്ചോ? ഇല്ല. എങ്കിലും ആ പറഞ്ഞതിന് പ്രാധാന്യമുണ്ട്. The essence of his teaching was fearless. അത് ഈ പോയിന്റ് കൂടുതലായി ഡെവലപ്പ് ചെയ്യും. പിന്നെ the essence of his teaching was fearlessness and truth and action. The essence of his teaching, ഗാന്ധിജിയുടെ ടീച്ചിങ്ങിന്റെ സത്ത, ആ എസെൻസ് എന്തായിരുന്നു? ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത അവസ്ഥ. ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത അവസ്ഥ. നമ്മളൊക്കെ എന്ന് പറയുന്നത് എന്താണ്? പേടിയുള്ളവരാണ്. അധികാരം കയ്യിലിരിക്കുന്നവരെ കാണുമ്പോൾ നമ്മളുടെ മുട്ടിടിക്കും. ഇതാണ് നമ്മളുടെ അവസ്ഥ. പക്ഷെ ഗാന്ധിജി അങ്ങനെ ആയിരുന്നില്ല. ഫിയർലെസ് ആയിരുന്നു. ആൻഡ് ട്രൂത്ത്, സത്യത്തെ മുറുകെ പിടിച്ചു. ആൻഡ് ആക്ഷൻ, പ്രവൃത്തിയിൽ മുറുകെ പിടിച്ചു. ആൻഡ് ലീഡ് ടു ദിസ്, കണക്റ്റഡ് ടു ദിസ്, always keeping the welfare of the masses in view. എപ്പോഴും എന്തായിരുന്നു? വെൽഫെയർ, ക്ഷേമം, ജനതയുടെ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. എപ്പോഴും ഗാന്ധിയുടെ മനസ്സിൽ സാധാരണക്കാരായിരുന്നു, സാധാരണ ജനമായിരുന്നു. അപ്പോഴ് എന്തായിരുന്നു ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസെൻസ്? എന്തായിരുന്നു? ഫിയർലെസ്നെസ്, ട്രൂത്ത്, ആക്ഷൻ. ഫിയർലെസ്നെസ്, ട്രൂത്ത്, ആക്ഷൻ. ഇതൊന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. പേടിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിലൊക്കെ തന്നെ എന്തുണ്ട്? പേടി കൂടുതലാണ്. ഗാന്ധിജി പേടിക്കരുതെന്ന് പറഞ്ഞു, സത്യം പറയണമെന്ന് പറഞ്ഞു. സത്യം പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അസസ് ചെയ്ത് നോക്കുക. നമ്മൾ എത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹാംലെസ് ആയിരിക്കാം, എങ്കിലും നമ്മൾ കള്ളങ്ങൾ പറയാറുണ്ട്. ഫിയർലെസ്, പക്ഷെ സത്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആക്ഷൻ, പ്രവൃത്തി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആൾക്കാരൊക്കെ ഉപദേശിക്കുന്നു, പ്രവർത്തിക്കൂ. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം, അല്ലെങ്കിൽ വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കണം, ഇങ്ങനെയൊക്കെ പറയും.
നമ്മളായിട്ട് ചെയ്യുമോ? ചെയ്യത്തില്ല. നമ്മളൊരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളിനെ കണ്ടിട്ട് നമ്മൾ എന്ത് പറയുന്നു? ഇയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ആരുമില്ല ഇവിടെ. ഇതെന്താ ഈ രാജ്യം ഇങ്ങനെ ആയി പോകുന്നത്? അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് എന്താ ഇങ്ങനെ ആയി പോകുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളത് ചെയ്യാൻ തയ്യാറാവത്തില്ല. പക്ഷെ ഗാന്ധിജി ആക്ഷൻ വിശ്വസിച്ചു. lead to this, connected to this, always keeping the welfare of the masses in view. എപ്പോഴും ജനക്ഷേമമായിരുന്നു ഗാന്ധിയുടെ രീതി. The greatest gift for an individual or nation, so we had told in our ancient books. The greatest gifts for an individual, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ അവർ ഏൻഷ്യന്റ് ബുക്സ്, നമ്മളുടെ പഴയ ബുക്കുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഫയ എന്ന് വെച്ചാൽ പേടി. ആ ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് കിട്ടും. ഒരു ഗ്രീക്ക് പ്രിഫിക്സ് ആണ് ആ ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. ആ ഫയ എന്നുള്ള വാക്കിനോടൊപ്പം ആയും കൂടെ ചേർക്കുന്നു. ആ ഫയ, അപ്പോഴും പേടിയില്ലാത്ത അവസ്ഥ. ഇപ്പം ആറ്റം, ടോം എന്ന വാക്ക്, ലാറ്റിൻ വാക്ക്. ടോം എന്ന വാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഐ ക്യാൻ കട്ട്. അതിന്റെ മുമ്പിൽ ആ എന്ന പ്രിഫിക്സും കൂടെ ചേർത്തു. കനോട്ട്, ഐ കനോട്ട് കട്ട്, എനിക്ക് മുറിക്കാൻ പറ്റാത്ത സാധനം. ഇതാണ് ആറ്റം. അന്ന് ആറ്റം മുറിക്കാൻ പറ്റാത്തതായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നതല്ലോ, അന്നാണ് പേരിട്ടത്. അപ്പോഴതുപോലെ ഫിയർലെസ്നെസ്, നോട്ട് മിയർലി ബോഡിലി കറേജ്. ഈ എന്താണ് പേടിയില്ലായ്മ എന്ന് പറയുന്നത്? ബോഡിലി കറേജ് അല്ല. ബോഡിലി കറേജ് അല്ല. നമുക്ക് ധൈര്യം ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്ഷുദ്രജീവി, ഒരു പാറുകാലിയാണ് വന്നിരിക്കുന്നത്, നമുക്ക് അത്ര പേടിയില്ല. അതേസമയം ഒരു വലിയ പാമ്പ് നമ്മളെപ്പം കൂടെ പേടിച്ചു. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഒരു തരം ബോഡിലി കറേജ് ആണ്. നമ്മളുടെ ശത്രു നമ്മളുടെ അത്ര ശക്തനല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ധൈര്യം. പക്ഷെ ഗാന്ധി വിഭാവന ചെയ്യുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മനസ്സിൽ നിന്ന് പോലും പേടി എടുത്ത് കളയുന്ന അവസ്ഥ. മനസ്സിലെ പേടിയില്ലാതിരിക്കുക, ഇത് വല്ലാത്ത അവസ്ഥയാണ്. ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വലിയ പാടുള്ള കാര്യമാണ്. പല ആൾക്കാരും ധൈര്യം പ്രാക്ടീസ് ചെയ്യും, അല്ലെ? പല ഭരണാധികാരികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഹിറ്റ്ലർ, മുസോളിനി, ഗാരിബാൾഡി, ഈ ലിസ്റ്റിലുള്ള എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? അതിഭയങ്കരമായി ധൈര്യം പ്രകടിപ്പിക്കും. ജനരോഷം, ജനങ്ങൾ മൊത്തം നമുക്കെതിരാകുന്ന സമയത്ത് പോലും പട്ടാളത്തെയോ പോലീസിനെയോ ഒക്കെ ഉപയോഗിച്ച് അവരെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കും. ധീരനാണെന്ന് കാണിക്കും. ഇതെന്തല്ല, ഇത് കറേജല്ല, ഇത് കവേർഡിസ്, ഭീരുത്വമാണ്. ഇത് ബോഡിലി കറേജ് മാത്രമേ ഉള്ളൂ. അപ്പോഴ് യഥാർത്ഥ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അടിച്ചമർത്തുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ്? അവർ നമ്മളെക്കാൾ വലുതാകുമോ എന്ന് പേടിയുള്ളത് കൊണ്ടാണ്. പേടിയുള്ളവരാണ് ബാക്കിയുള്ളവരോട് അതിഭയങ്കരമായി ദേഷിക്കുകയും കായികമായിട്ട് അവരെ നേരിടുകയും ചെയ്യുന്നത്. സത്യത്തിൽ പേടിയുള്ളവരാണ്. ധൈര്യമുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പോഴ് ഗാന്ധി എന്താണ് പറഞ്ഞത്? ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മനസ്സിൽ തന്നെ പേടിയില്ലാതാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളാകുന്ന ആ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിരായുധനായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുക. എന്താണ്? ഇതാണ് ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മനസ്സിൽ നിന്ന് പോലും പേടിയെടുത്ത് കളയുന്ന അവസ്ഥ. ദ ഡോമിനന്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ, മേധാവിത്വമുള്ള പ്രവണത, ഡോമിനന്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. എന്തായിരുന്നു ഇന്ത്യയുടെ ഹാൾമാർക്ക്? എന്ന് പേടി. ഇന്ത്യക്കാർക്ക് എല്ലാം പേടിയായിരുന്നു. പെർവേസീവ്, വൈഡ് സ്പ്രെഡ്, വ്യാപകമായ പേടി. ഓപ്രസിംഗ്, അടിച്ചമർത്തുന്ന രീതിയിലുള്ള പേടി. സ്ട്രാംഗ്ലിംഗ്, കഴുത്ത് ഞെരിക്കുന്നത് പോലുള്ള പേടി. ഇന്ത്യക്കാർക്ക് മൊത്തം പേടിയായിരുന്നു. ഫിയർ ഓഫ് ദ ആർമി, പട്ടാളക്കാരെ പേടി. ദ പോലീസ്, പോലീസുകാരെ പേടി. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, രഹസ്യ പോലീസിനെ പേടി. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഉദ്യോഗസ്ഥന്മാരെ പേടി. ഫിയർ ഓഫ് ലോസ്, നിയമങ്ങളെ പേടി. മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, നമ്മളെ അടിച്ചമർത്തുന്ന നിയമങ്ങളെ, ജയിലിനെ പേടി. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജന്റ്സ്, ഭൂപ്രഭുവിന്റെ ഏജന്റിനെ പേടി. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പലിശയ്ക്ക് കൊടുപ്പുകാരനെ പേടി.
ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയെ പേടി, സ്റ്റാർവേഷൻ, പട്ടിണി, പേടി, വിച്ച് വെയർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്. ഇതെല്ലാം സത്യത്തിൽ എവിടെ വരെ എത്തി നിൽക്കുകയാണ്? വാതായനം വരെ എത്തി നിൽക്കുക. ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, ഓൺ അവർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഡോമിനന്റ് ഇമ്പൾസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ? പേടിയായിരുന്നു. ഇന്ത്യക്കാർക്ക് മൊത്തം പേടിയായിരുന്നു, വ്യാപകമായി പേടി. സത്യത്തിൽ എന്താണ്? എല്ലാവരെയും പേടിയാണ്. അതായത് രഹസ്യ പോലീസ് പോലെ അല്ലെങ്കിൽ ഏജന്റുമാരെ പോലെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇന്ത്യക്കാരനെ ആയിരിക്കും മിക്കവരും. അപ്പോഴവർ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അടുത്ത് വന്ന് കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നുണ്ടാണ്, ഈ കുഴപ്പം അത്രേ ഉണ്ടാവുമെന്ന് പറയുന്നു. നമ്മൾ അതിനെ വെച്ച് കൊടുക്കുന്നു. അതെ, അവന്മാർ പോയാലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്നു. പിറ്റേന്ന് നമ്മളെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്നു. നീ ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആരുടെടുത്താണ് സംസാരിക്കുന്നത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവൻ എന്തായിരിക്കാം? ബ്രിട്ടീഷുകാരുടെ ഏജന്റ് ആയിരിക്കാം, നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി. ഈ ഒരവസ്ഥയായിരുന്നു അന്ന് നമുക്ക്. ഈ സമയത്താണ് ഗാന്ധി എന്ത് പറഞ്ഞത്? പേടി വേണ്ട, പേടിക്കരുത്. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഫിയർ ഓഫ് ലോസ്, നിയമങ്ങളെ പേടി, ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജന്റ്. പിന്നെ ആ പ്രഭു, ആ ലാൻഡ് ഓണർ എപ്പോഴെങ്കിലും നമ്മളെ ഇറക്കി വിടും. നമുക്കായിട്ട് ഭൂമിയൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രഭുവിന്റെ ഭൂമിയിൽ കുടിൽ കെട്ടി കിടക്കയില്ലേ? അവിടെ നിന്ന് എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാം. പിന്നെ പലിശക്ക് കൊടുപ്പുകാരനെ എപ്പോ വേണമെങ്കിലും കയറി വന്ന് കൊങ്ങയ്ക്ക് പിടിക്കാം. തൊഴിലില്ലായ്മ, പട്ടിണി എല്ലാം വാതുക്കൽ നിൽക്കുകയാണ്. ഇറ്റ് വാസ് എഗൻസ്റ്റ് ദിസ് ഓൾ പെർവേഡിംഗ് ഫിയർ. ഇങ്ങനെ സർവ്വവ്യാപിയാകുന്ന പേടിക്കെതിരെയാണ് that Gandhi is quiet and determined voice was raised. ഗാന്ധിയുടെ ശാന്തമായ സ്വരം, എന്നാൽ ഉറച്ച സ്വരം ഉയർന്നത്. ബി നോട്ട് അഫ്രൈഡ്, ആരും പേടിക്കരുത്. ബി നോട്ട് അഫ്രൈഡ്. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്? ഇത് അത്ര സിമ്പിൾ ആണോ? ആരും പേടിക്കരുതെന്ന് പറഞ്ഞാൽ പേടിക്കാതിരിക്കാൻ നോട്ട് ക്വൈറ്റ് സിമ്പിളായ കാര്യമൊന്നുമല്ല. ബ്രിട്ടീഷുകാരെ പേടിയാണ്. കാരണം എന്താണ്? അവരെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ, സീക്രട്ട് ഏജന്റ്സ്, ലാൻഡ് ലോഡ്, എല്ലാത്തിനെയും പേടിച്ചു കഴിയുന്ന ഇന്ത്യക്കാരടുത്താണ് പറഞ്ഞത് ഗാന്ധി, നിങ്ങൾ പേടിക്കരുത്. And yet, fear builds its phantoms which are more fearsome than reality itself. ഇനി പേടി എന്ന് പറയുന്നത് ബിൽസ് ഇറ്റ്സ് ഫാൻഡംസ്. പേടി എന്ന് പറയുന്നത് മനുഷ്യനിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വികാരങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും കുഴപ്പം പിടിച്ച വികാരമാണ്. മനുഷ്യ മരണങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലും പേടി മൂലമാണ് മരണം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കൂടുതലും പേടി കൊണ്ടാണ് എന്ന് പറയാറില്ലേ? പേടി എന്ത് ചെയ്യുന്നു? നമ്മളിൽ ഒരുപാട്, നമ്മളുടെ മനസ്സിനെ ഒരുപാട് മാറ്റും. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സ് പലതിനെയും സൃഷ്ടിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പ്രേതത്തെ പേടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യക്ഷിയോ പ്രേതവോ അതുപോലുള്ള എന്തെങ്കിലും സാധനത്തെ പേടിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ പേടിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവയൊക്കെ കാണാൻ എളുപ്പമാണ്. യക്ഷിയോ പ്രേതത്തെയോ ഒക്കെ കാണാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു രാത്രി 12 മണിയൊക്കെ ആവുമ്പോൾ പ്രേതം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദിവസം നിങ്ങൾ പതുക്കെ ജനലെങ്ങാണോ ഒന്ന് തുറന്നിട്ട് പുറത്തേക്ക് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രേതത്തെ കാണാൻ പറ്റും, അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സ് ആ രൂപത്തെ അവിടെ സൃഷ്ടിച്ചു വെക്കും. നിങ്ങളുടെ മനസ്സിലുള്ള പ്രേതത്തിന്റെ രൂപം ഏതാണോ അതാണ് നിങ്ങൾ അവിടെ കാണുന്നത്. സത്യത്തിൽ അതെന്തായിരിക്കാം? ഒന്നുകിൽ ഒരു വാഴയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സായിരിക്കാം, ഇതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ആ രൂപം പ്രത്യക്ഷപ്പെട്ട് കാണും. എന്തുകൊണ്ട് ആ രൂപം കാണുന്നു? നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള പേടി കാരണമാണ് നിങ്ങൾക്ക് ആ രൂപത്തെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ആ രൂപത്തെ മനസ്സ് സൃഷ്ടിച്ചു വെക്കും. ഇതാണ്. അപ്പോൾ മനസ്സിന് ഇങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മളുടെ മൈൻഡിന് റിയാലിറ്റി ഇറ്റ്സെൽഫ്, ഫാൻഡംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ്സെൽഫ്. നിങ്ങൾക്കറിയാം, ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് കാണുന്നവരുണ്ട്. പ്രേതത്തെ കാണുന്നവരുണ്ട്, ദൈവത്തെ കാണുന്നവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണുന്നവരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ആ അവസ്ഥയിലേക്ക് പോകുന്നു. ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ മനസ്സെന്ത് ചെയ്യുന്നു? ആ സാധനത്തെ സൃഷ്ടിച്ച് നമ്മളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. നമ്മളത് കാണുകയും ചെയ്യും. വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ്സെൽഫ്. ഇനി പേടിയുള്ള ഒരു വ്യക്തി കാണുന്നത് റിയാലിറ്റിയേക്കാൾ പേടിപ്പിക്കുന്ന രൂപത്തെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യക്ഷിയെ പേടി,
ഇയാൾ യക്ഷികളെ പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു ഭീകര യക്ഷിയുടെ ചിത്രം. ഇതായിരിക്കും ഇയാൾ കാണുന്നത്. സത്യത്തിൽ അഥവാ യക്ഷി ഉണ്ടെങ്കിൽ പാവമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇയാൾ കാണുന്ന യക്ഷി എങ്ങനെയായിരിക്കും? ഭീകര യക്ഷിയായിരിക്കും. എന്തുകൊണ്ടാണ്? ഇയാളുടെ മനസ്സിലെ പേടിയാണ് ആ രൂപത്തെ അവിടെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. റിയാലിറ്റി itself and reality when calmly analyzed and its consequence willingly accepted. When calmly analyzed and its consequences, results, willingly accepted, loses much of its terror. യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിത്രീകരിച്ചാൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. പക്ഷെ സത്യത്തിൽ അനലൈസ് ചെയ്ത് ചിന്തിച്ചാൽ ഇവരെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ എതിർത്താൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചാൽ, റിയാലിറ്റിയോടുകൂടി ചിന്തിച്ചാൽ ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ പേടി കൂടുതലും മാനസികമാണ്. ആ വ്യക്തി വളരെ ക്രൂരനാണ് എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പേടി കൂടുന്നത്. അപ്പോഴ് റിയാലിറ്റി ഇറ്റ്സെൽഫ്. ഇപ്പോൾ ഗാന്ധിജിയുടെ എസെൻസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിയർലെസ്നെസ്സും ട്രൂത്തും ആക്ഷനുമായിരുന്നു. പിന്നെ ഗാന്ധിജി എന്താണ് പ്രീച്ച് ചെയ്യാൻ ശ്രമിച്ചത്? ഫിയർലെസ്നെസ്. വെറും ബോഡിയിലെ കറേജ് അല്ല, ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. ഇപ്പോഴും വാട്ട് ഡസ് ദ വേർഡ് അഫയ മീൻ? അഫയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഫിയർലെസ്നെസ് ആണ്. അതായത് ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മനസ്സിൽ തന്നെ പേടി കാണരുത്. നടക്കുന്ന കാര്യമായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ പേടിച്ച് വിറച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യക്കാരുടെ അടുത്ത് ഗാന്ധി പറയാണ്, പേടിക്കരുത്. പേടി വിചിത്ര രൂപങ്ങളെ, ഫാന്റംസിനെ സൃഷ്ടിക്കും. അതെന്താണ്? യാഥാർത്ഥ്യത്തെക്കാൾ ഭീകരമായിരിക്കും അത്. സോ സഡൻലി ആസ് ഇറ്റ് വെയർ. അങ്ങനെ പെട്ടെന്ന് that black pall of fear was lifted. Black pall, ആ ബ്ലാക്ക് ക്ലോത്ത്, കറുത്ത തുണി, പേടിയുടെ കറുത്ത വസ്ത്രം, was lifted from the people's shoulders. ആളുടെ മുഖത്തുനിന്ന്, ആൾക്കാരുടെ തോളത്തുനിന്ന് ആ കറുത്ത തുണി, പേടിയുടെ കറുത്ത തുണി മാറുന്നു. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, ഫുള്ളായിട്ടല്ല, ഹോളി ടോട്ടലി, ബട്ട് ടു ആൻ അമേസിംഗ് ഡിഗ്രി, അതിശയകരമായ രീതിയിൽ. As fear is all close companion to falsehood. ഇനി ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ, അടുത്ത സുഹൃത്താണ് പേടി എന്ന് പറയുന്നത്. ഫാൾസ്ഹുഡ്, കള്ളത്തരവുമായിട്ട്. പേടി, കള്ളത്തരം, ഇത് രണ്ടും ഒരുമിച്ചേ പോവുള്ളൂ. എപ്പോഴാണ് നിങ്ങൾ കള്ളം പറയുന്നത്? എപ്പോഴാണ് നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നത്? പേടിയുള്ളത് കൊണ്ടാണ്. പേടിയില്ലെങ്കിൽ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ കള്ളം പറയുന്ന ആരുടെ കൂടുതലും? മിക്കവാറും നിങ്ങളുടെ സുപ്പീരിയേഴ്സിന്റെ അടുത്താണ്. നിങ്ങൾക്ക് പേടി കാരണമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കള്ളം പറയുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരുടെ അടുത്ത് കള്ളം പറയുന്നു. എന്തിനാണ്? ഇമേജ് ഇല്ലേ? നിങ്ങളൊരു വലിയ ആളാണെന്ന് കാണിക്കണം. നിങ്ങൾ കുറഞ്ഞ ആളാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു പേടിയുണ്ട്, എന്നെ പറ്റി അത്ര മതിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് കള്ളം പറഞ്ഞേക്കാം. ഇതാണ് കള്ളം പറയുന്നതിന് കാരണമെന്ന് പറയുന്നത്. അപ്പോഴ് എപ്പോഴും കള്ളവും എന്തുമായിട്ട് ഒരുമിച്ച് പോകും? പേടിയില്ലാത്തടത്ത് കള്ളത്തരയില്ല. എവിടെ പേടിയുണ്ടോ അവിടെ കള്ളത്തരമുണ്ട്. Fear is close companion to falsehood, so truth follows fearlessness. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭയരഹിതമായ അവസ്ഥ. സത്യം എന്ന് പറഞ്ഞാൽ പേടിയുമായിട്ട് ബന്ധമില്ല. അപ്പോഴ് ചെറിയ രീതിയിൽ ഇന്ത്യക്കാരുടെ പേടി ഗാന്ധിയുടെ സ്വാധീനത്തിൽ മാറുന്നു. As fear is close companion to falsehood, പേടി എന്ന് പറയുന്നത് എന്താണ്? Close companion to falsehood, so truth follows fearlessness. അപ്പോൾ സത്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിയർലെസ്നെസ്. The Indian people did not become much more truthful than they were. ഇന്ത്യക്കാർ ഇത്ര സത്യസന്ധരായിട്ടില്ല പണ്ടെങ്ങും. Nor did they change their essential nature overnight. All on a sudden. അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്തിയതല്ല. Nevertheless, എന്നിരുന്നാലും, however, a sea change was visible. ഒരു വലിയ മാറ്റം കാണാമായിരുന്നു. As the need for falsehood and furtive behavior, ആ need for falsehood, കള്ളത്തരത്തിന്റെ ആവശ്യകത, furtive behavior, കാപട്യത്തിന്റെ, കപട പെരുമാറ്റത്തിന്റെ ആവശ്യകത lessened, കുറഞ്ഞു വന്നു. It was a psychological change, മനഃശാസ്ത്രപരമായ ഒരു മാറ്റമായിരുന്നു. Almost as if some expert in psychoanalytical methods, ഏതുപോലെ ഏതോ ഒരു എക്സ്പെർട്ട്, വിദഗ്ധനായ വ്യക്തി
എക്സ്പെർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ്, മനഃശാസ്ത്ര രീതികൾ ഉപയോഗിച്ച് methods had probed deep into the patient's past, probed അന്വേഷിച്ചെത്തുക, past into the patient's past, ഈ രോഗിയുടെ പാസ്റ്റിലേക്ക് എത്തുന്ന പോലെ ഒരു മെത്തേഡ്. അപ്പോഴും ഗാന്ധിജി ഇന്ത്യക്കാരുടെ പേടി കുറച്ച് മാറ്റി. ഇപ്പൊ ചില ആൾക്കാർ ഫോബിയ, പേടി ഒരുപാടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ തന്നെ ആ പേടി മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. പേടി മാറ്റാൻ പലപ്പോഴും എന്ത് ചെയ്യണം? ചെറുതിലേക്ക് കടന്നു ചെല്ലണം. ഇപ്പം ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ പേടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കറുത്ത കാർ കണ്ടാൽ പേടിയാവുന്നു. അപ്പോൾ കറുത്ത കാർ കാണുമ്പോഴത്തേക്ക് ഒരു വിഭ്രാന്തി ഉണ്ടാവുന്നു, പേടിയാവുന്നു ഒരു വ്യക്തി. അപ്പോഴെന്ത് ചെയ്യുന്നു? ആ അനലിറ്റിക്കൽ മെത്തേഡ്, സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ മനസ്സിലാവും? ചെറുതിലെയുള്ള എന്തോ ഒരു സംഭവമാണ് ഇയാളിൽ ഈ പേടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴെന്തായിരിക്കാം? ചിലപ്പോ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ചെറുതിലെ ഈ കുട്ടിയെ പേടിപ്പിച്ച് കാണും. റോഡിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരു കറുത്ത കാറിൽ പിള്ളേരെ പിടിക്കുവാർ വരുന്നുണ്ട്, സൂക്ഷിച്ചോണം എന്ന് പറയും. അന്ന് കറുത്ത കാർ എന്ന് കേൾക്കുമ്പോ തന്നെ ഈ കുട്ടിക്ക് പേടിയുണ്ടാവും. ഈ കുട്ടിയുടെ ബോധം പോകുന്ന പോലെ തോന്നും. ഇത് വളർന്നു വന്നാലും ചിലപ്പോൾ മാറുകയില്ല. ഇങ്ങനെയുള്ള പേടിയുണ്ട്. ഈ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ചെറുതായിരുന്ന അവസ്ഥയിലേക്ക് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയിട്ട്, ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഈ പേടി മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മാത്രമേ നോർമൽ ആവുള്ളൂ. പല ആൾക്കാരുണ്ട് ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്. കാര്യം എന്തായിരിക്കാം? ചെറുതിലെ അമ്മയും അച്ഛനും ഒക്കെ പേടിപ്പിച്ചതായിരിക്കാം. ഇരുട്ട് ഭീകരമാണ്, ഇരുട്ടിൽ പമ്മിയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പേടിപ്പിച്ച് കാണും. ഇത് ചിലപ്പോൾ മനസ്സിൽ തന്നെ ഇരിക്കും. ഈ ചെറുതിലെയുള്ള അവസ്ഥയിലേക്ക് ചെന്നിട്ട് ആ മനസ്സിനെ പഠിപ്പിച്ചു കൊടുത്താലേ പറ്റൂ. അന്ന് ഇതിനു വേണ്ടി പറഞ്ഞു തന്നതാണ് ഈ പേടിപ്പിച്ചത്, അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന മെത്തേഡ്, സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് had probed deep into the patient's past, searched deep into the patient's past, found out the origins of his complexes. എവിടെയാണ് ഇത് തുടങ്ങിയത്? ഈ സങ്കീർണത, ഈ പേടി എവിടെയാണ് തുടങ്ങിയത്? എക്സ്പോസ്ഡ് them to his view. കണ്ട, പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, എക്സ്പോസ് ചെയ്യുന്നു. And thus rid him of that burden. ആ ഭാരത്തിൽ നിന്ന് ഒരു മോചനം. ഇതായിരുന്നു ഗാന്ധിയുടെ മെത്തേഡ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും പറയുകയോ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് അപ്പോഴേ പിടിച്ചോണ്ട് പോകത്തില്ലേ? കുഴപ്പമാവത്തില്ലേ? അവർക്ക് ഏജൻസ് അയക്കത്തില്ലേ? ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പറഞ്ഞു കാണിച്ചു, നിങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. ഏതുപോലെയാണ്? ഒരു സൈക്കോ അനലിസ്റ്റിനെ പോലെ. സൈക്കോ അനലിസ്റ്റിനെ പോലെയായിരുന്നു ഗാന്ധി പെരുമാറിയത്. അപ്പോൾ ഗാന്ധിയുടെ എസെൻസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിയർലെസ്നെസ്, ട്രൂത്ത്, ആക്ഷൻ. പിന്നെ അഫയ, ഫിയർലെസ്നെസ് ആയിരുന്നു ഗാന്ധി പറഞ്ഞുകൊണ്ട് നടന്നത്. ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. സത്യത്തിൽ ഇന്ത്യക്കാർ പേടിയുടെ അങ്ങേറ്റമായിരുന്നു. അപ്പോഴാണ് ഗാന്ധി എന്താ പറഞ്ഞത്? അഫയ, മനസ്സിൽ നിന്ന് പോലും പേടിയെടുത്ത് മാറ്റുവിൻ. ഗാന്ധി അതിനൊരു ലിവിങ് എക്സാമ്പിൾ ആയി. ഒരു സൈക്കോ അനലിസ്റ്റിനെ പോലെ ഗാന്ധി എന്ത് ചെയ്തു? ആ പേടി മനുഷ്യ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഗാന്ധി ശ്രമിക്കുകയും ചെയ്തു. And then Gandhi came is an extract by Jawaharlal Nehru. It is about Gandhiji's coming to the Indian politics. It was after the First World War that Gandhi came to Indian politics. The condition of India was more than pathetic then. There were martial laws in Punjab and some other places like that. And after the World War, many soldiers came helplessly, and they swelled the army of the unemployed. They joined the army of unemployed. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ പരമദയനീയമായിരുന്നു. ഒരുപാട് പട്ടാളക്കാർ മുറിവേറ്റ് തിരിച്ചു വരികയും അവരെന്ത് ചെയ്യുകയും ചെയ്തു? തൊഴിലില്ലാത്തവരോടൊപ്പം കൂടുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു ഗാന്ധിജിയുടെ വരവ്. ഇന്ത്യ ഒരു പാരലൈസ്ഡ് ആയി കിടന്ന അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് ഗാന്ധിജി വന്നു. ഗാന്ധിജി ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു. ഗാന്ധിജി ഞങ്ങളോടൊക്കെ പറഞ്ഞ എന്താണ്? കർഷകരോടൊപ്പവും ആ തൊഴിലാളി വർഗത്തോടൊപ്പവുമാണ് നിങ്ങൾ കഴിയേണ്ടതെന്ന് പറഞ്ഞു. ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഫിയർലെസ്നെസ്സും ട്രൂത്തും ആക്ഷനുമായിരുന്നു. അപ്പോഴേ ഗാന്ധിജി അഫയ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. പേടിക്കരുതെന്ന് പറഞ്ഞു. പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ലല്ലോ.
പക്ഷെ എങ്കിലും ക്രമേണ ഗാന്ധി ആൾക്കാരുടെ പേടി മാറ്റിക്കൊണ്ടേയിരുന്നു, കാപട്യം മാറ്റിക്കൊണ്ടിരുന്നു.